ഹായ്, എൻ്റെ പേര് അശ്വിൻ. ഞാൻ കൊച്ചിയിലൊരു പ്രൈവറ്റ് IT കമ്പനിയിൽ IT ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൈബർ സെക്യൂരിറ്റിയിലോട്ടുള്ള എൻ്റെ കരിയർ പാത്ത് സ്വിച്ചിങ്ങിൻ്റെ പാർട്ടായിട്ടാണ് ഞാൻ ബ്ലൂ ഷെല്ലിലൊരു സർട്ടിഫിക്കേഷൻ ചെയ്യാനിടയായത്. കോംറ്റിയുടെ സെക്യൂരിറ്റി പ്ലസ് എന്ന ഇനിഷ്യൽ ബേസിക് ലെവൽ സർട്ടിഫിക്കേഷനാണ് ആദ്യം ചെയ്തത്. ബ്ലൂ ഷെല്ലിലെ ക്ലാസ്സുകളെ പറ്റി 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, അത് ഫ്ലെക്സിബിളായിട്ടുള്ള ടൈം അലോക്കേറ്റ് തന്നു എന്നുള്ളതാണ്. നമ്മൾ പറയുന്ന ഏത് സമയത്തും അവർ ക്ലാസ് എടുക്കാൻ റെഡി ആയിരുന്നു. അത് ഇൻഡിവിജ്വൽ ആണെങ്കിലും ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതിലാണെങ്കിലും അവരനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ഫ്ലെക്സിബിളായിട്ടുള്ള ടൈം പീരീഡ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിരുന്നു. അപ്പോൾ അത് ഇവിടുന്ന് എനിക്ക് കിട്ടി. രണ്ടാമത്തെ കേസ് ഇൻഡിവിജ്വൽ കെയർ ആണ്. നമുക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് അനുസരിച്ച് നമുക്കുള്ള ഇൻഡിവിജ്വൽ കെയർ കിട്ടണം എന്നുള്ളതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ച് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എനിക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യണം. ഏത് സമയത്ത് എന്ത് ചോദിച്ചാലും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ റെസ്പോൺസ് ചെയ്യണമായിരുന്നു. അപ്പോൾ അവർ 3 പേര് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ 3 പേരും നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവരെ പിങ് ചെയ്ത് കഴിഞ്ഞാൽ അവർ റെസ്പോണ്ട് ചെയ്യുമായിരുന്നു. ആ 2 കാര്യത്തിൽ എനിക്ക് ഭയങ്കരമായ സാറ്റിസ്ഫാക്ഷനാണ് ബ്ലൂ ഷെൽ തന്നത്. എൻ്റെ IT കരിയർ ഞാൻ സൈബർ സെക്യൂരിറ്റിയിലേക്കാണ് ഇനി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ പീരീഡിലാണ് ഇപ്പോൾ. അപ്പോൾ ആ പീരീഡിൽ എനിക്കിനിയും കുറച്ച് 1-2 സർട്ടിഫിക്കേഷനോട് എടുക്കേണ്ടതുണ്ട്, പല കാര്യങ്ങളും പഠിക്കേണ്ടതുണ്ട്. അപ്പം അതിന് വീണ്ടും ഞാൻ എന്തായാലും ഇനി അടുത്തുള്ള സർട്ടിഫിക്കേഷൻ എന്തായാലും ബ്ലൂ ഷെൽ വഴിയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പോഴുള്ള ക്ലാസ്സുകൾ അവിടെ ഉണ്ടായ എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയതുകൊണ്ട് ഇനിയുള്ള ബാക്കിയുള്ള സർട്ടിഫിക്കേഷനുകൾ വരും വർഷങ്ങളിൽ ഞാൻ ഇവരുടെ ബ്ലൂ ഷെല്ലിൽ തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഐ ആം വെരി ഹാപ്പി വിത്ത് ബ്ലൂ ഷെൽ.